നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീകാന്ത്, ഡയബറ്റോളജിസ്റ്റ് ആണ്. ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് രസകരമെന്ന് എനിക്ക് തോന്നിയ ഒരു വസ്തുത നിങ്ങളോട് ഷെയർ ചെയ്യാനാണ്. ഞാൻ ആദ്യം തന്നെ ഒരു ചോദ്യത്തിലേക്ക് പോവാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വിശക്കുമ്പോൾ വെജിറ്റബിൾ സലാഡ് അല്ലെങ്കിൽ കുക്കുംബർ കഴിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? ആ ചോദ്യം അവിടെ നിൽക്കട്ടെ. ഞാൻ വേറൊരു സന്ദർഭം പറയാം. നമ്മൾ രാത്രിയിൽ ഒരു 8-8:30 സമയത്ത് ഡിന്നർ കഴിക്കുന്നു. അതിനുശേഷം ഒരു മൂവി കാണുന്നു. ഒരു 11:30-12 ആകുമ്പോൾ മൂവി കഴിയുന്നു. ആ സമയത്ത് നമുക്കൊരു വിശപ്പ് വരാമല്ലേ? അപ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? നേരത്തെ പറഞ്ഞ പോലെ കുക്കുംബറോ വെജിറ്റബിൾ സലാഡോ കഴിക്കാനായിരിക്കില്ല. നമുക്കൊരു പാക്കറ്റ് ഫുഡോ പുറത്തു പോയിട്ട് പൊറോട്ട, ബിരിയാണി, മന്തി അതുപോലെ എന്തെങ്കിലും കഴിക്കാനായിരിക്കും തോന്നുന്നത്. അപ്പോൾ നമ്മളവിടെ ചിന്തിക്കേണ്ടത്, നമുക്ക് ആ സമയത്ത് തോന്നുന്ന വികാരം ശരിക്കും വിശപ്പാണോ കൊതിയാണോ? അതിന്റെ ഉത്തരം കൊതിയെന്ന് തന്നെയാണ്. കൊതി ഒരു മോശം വികാരമല്ല. പരിണാമപരമായിട്ട് നോക്കിയാൽ തന്നെ നമ്മുടെ ഹ്യൂമൻ സ്പീഷീസിനെ മുന്നോട്ട് നയിക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ച ഒരു വികാരം തന്നെയാണ് കൊതി. പക്ഷെ ഇന്നത്തെ കാലത്ത് കൊതി ഒരു വില്ലനാണ്. കൊതി കാരണം നമുക്ക് ആവശ്യത്തിലധികമുള്ള എനർജി, കലോറി നമ്മുടെ ശരീരത്തിലേക്ക് എടുക്കുകയും അത് പിന്നീട് പല പല രോഗങ്ങൾക്കും കാരണമാവുകയാണ് ചെയ്യുന്നത്. ഇതിന് പിന്നിലൊരു സയൻസ് ഉണ്ട്. നമ്മുടെ ശരീരം പൊതുവെ ഒരു മടിയനാണ്. ശരീരത്തിന് എപ്പോഴും ആവശ്യം അമിതമായിട്ടുള്ള എനർജി, അല്ലെങ്കിൽ പെട്ടെന്ന് ദഹിക്കുന്ന, പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന, സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന എനർജി ശരീരത്തിലേക്കുള്ളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിന് ശരീരം ഉണ്ടാക്കുന്ന ഒരു വികാരം മാത്രമാണ് കൊതി. നമുക്ക് കൊതിയും വിശപ്പും ഉണ്ടാവാം, പക്ഷെ ഇത് തമ്മിൽ വേർതിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം അതാണ്. നമുക്ക് വിശപ്പ് എന്നുള്ള വികാരം തോന്നുമ്പോൾ അത് ശരിക്കും വിശപ്പാണോ കൊതിയാണോ എന്ന് തിരിച്ചറിയണം. അപ്പോൾ അടുത്ത തവണ വിശക്കുമ്പോൾ, അല്ല കൊതി വരുമ്പോൾ, ഇതൊന്ന് ഓർമ്മയിലിരുന്നോട്ടെ. താങ്ക് യു.